ഹായ് ഹലോ, ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന ബയോളജി ചാപ്റ്ററിൻ്റെ 4ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ടെക്സ്റ്റിലെ പേജ് നമ്പർ 15. ഇവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിങ്ങിനായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിഫറൻറ്റ് ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു, ഫീമെയിൽ ആണെങ്കിൽ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്? 44+XX ആണ്. അത് മെയിൽ ആണെങ്കിൽ 44+XY ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് താഴെ കൊടുത്തിരിക്കുന്നു. 44+X0, അതായത് ഫീമെയിലിൽ ഒരു ക്രോമസോം മാത്രമേ, ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഫീമെയിൽ വിത്ത് ഓൺലി 1 എക്സ് ക്രോമസോം. ദീസ് കണ്ടീഷൻ ഈസ് കോൾഡ് ടർണർ സിൻഡ്രോം. അതായത് ഫീമെയിലിൽ 44 ഓട്ടോസോമുകൾ അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോമുകൾ അവിടെ ഉണ്ടാകും. പക്ഷേ സെക്സ് ക്രോമസോം വരുമ്പോൾ അതിനകത്തിൽ ഒരു എക്സ് മിസ്സിംഗ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ടർണർ സിൻഡ്രോം. രണ്ടാമത്തേത് 44+XXX. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും 2 എക്സ് വരേണ്ടടുത്ത് ഫീമെയിലിൽ ഒരു എക്സ് ക്രോമസോം കൂടുതലായിരിക്കും. ഈ അവസ്ഥയ്ക്ക് എന്താ പറയുന്നത്? XXX സിൻഡ്രോം എന്നാണ് പറയുന്നത്. അടുത്തത് 44+XXY. വൈ വന്നാലേ അത് മെയിലാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം ഒരു എക്സ് വരേണ്ടടുത്ത് 2 എക്സും അതിനോടൊപ്പം ഒരു വൈ ക്രോമസോമും വരുന്ന അവസ്ഥ, അതിനെയാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത്. ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. അടുത്തത് 44+XYY, അതായത് എക്സും വൈയും മാത്രം വരേണ്ടടുത്ത് ഒരു വൈയും കൂടെ അധികം വരിക. മെയിൽ വിത്ത് 1 എക്സ് ക്രോമസോം ആൻഡ് 2 വൈ ക്രോമസോം. അപ്പോൾ ഇതിനെ എന്താ പറയുന്നത്? XXY സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ ജെൻഡർ ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരിൽ, അതായത് ഈ മുകളിൽ സൂചിപ്പിച്ചില്ലേ, അപ്പോൾ ഇങ്ങനെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനുള്ള വ്യക്തികളിൽ ഈ ലിംഗനിർണ്ണയം അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഈ ടർണർ സിൻഡ്രോം ഉള്ള സ്ത്രീകൾക്ക് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഒക്കെ ഉണ്ടാകാം, പക്ഷേ അവരുടെ അഡോളസൻസ് ടൈം പീരീഡിൽ ഇവർക്ക് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഫീമെയിൽ sexual characteristics in the beginning of their adolescence. However, they may not develop female sexual characteristics at the beginning of their adolescence. അപ്പോൾ അവരുടെ കൗമാര ആരംഭത്തിൽ ഫീമെയിൽ സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ മെയിൽ വിത്ത് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം മേ ഹാവ് മെയിൽ സെക്സ് ഓർഗൻ ബട്ട് ദേ മേ ഓൾസോ എക്സിബിറ്റ് ഫീമെയിൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതുപോലെ തന്നെയാണ് പുരുഷന്മാർക്ക്, ക്ലിൻഫെൽറ്റർ സിൻഡ്രോമുള്ള പുരുഷന്മാർക്ക് മെയിൽ സെക്സ് ഓർഗൻ ഉണ്ടാകും, പക്ഷേ അവർ കൂടുതൽ സ്ത്രീകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുകയും ചെയ്യും. ഇനി ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ടോ? ദ വൈ ക്രോമസോം ഓഫ് ഫാദർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ വൈ എന്ന് ചോദിച്ചിരിക്കുന്നു. അതായത് സെക്സ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ ലിംഗനിർണ്ണയത്തിൽ ഫാദറിൻ്റെ ക്രോമസോമിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്തുകൊണ്ട്? അപ്പോൾ നമ്മൾ തുടക്കത്തിലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വൈ ക്രോമസോമിലുള്ള SRY ജീനാണ് ടെസ്റ്റിസിൻ്റെ ഡെവലപ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാരണം അത് നമുക്ക് പറയാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, XX ആണെങ്കിൽ അത് ഫീമെയിൽ, XY ആണെങ്കിൽ അത് മെയിൽ എന്നല്ലേ പഠിച്ചത്. അപ്പോൾ അമ്മയിൽ രണ്ടും ഒരേപോലത്തെ ക്രോമസോമുകളായതുകൊണ്ട് എക്സ് ക്രോമസോം ഉള്ള ഗ്യാമീറ്റ് മാത്രമേ അവിടെ ഫോം ചെയ്യുന്നുള്ളൂ. ഏതാണ് ഫീമെയിൽ ഗ്യാമീറ്റ്? ഓവം അല്ലേ. ഇനി ഫാദറിലാണെങ്കിൽ എക്സ് ഉള്ളതും ഉണ്ടാകും, വൈ ഉള്ള ഗ്യാമീറ്റും ഉണ്ടാകും, മെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകും. അപ്പം മെയിൽ ഗ്യാമീറ്റ് എന്ന് പറയുന്ന ആരാണ്? സ്പേമാണ്. അപ്പം ഈ എക്സ് ക്രോമസോം ഉള്ള ഓവവും എക്സ് ക്രോമസോം ഉള്ള സ്പേമുമായിട്ടാണ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് XX ഒരു ഫീമെയിലായിരിക്കും. ഇനി എക്സ് ക്രോമസോം ഉള്ള എഗ്ഗും വൈ ക്രോമസോം ഉള്ള സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്താണ് സൈഗോട്ട് ഉണ്ടാകുന്നതെങ്കിൽ അത് XY കോമ്പിനേഷൻ, ദാറ്റ് ഈസ് എ മെയിൽ അല്ലേ. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ക്രോമസോമുകളാണ് ഒരു കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കും. കാരണം അമ്മയിൽ നിന്ന് എക്സ് മാത്രമേ കിട്ടാനുള്ളൂ. പക്ഷേ അച്ഛനിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്പേമിൽ എക്സ് ക്രോമസോം ആണ് ഉള്ളതെങ്കിൽ അത് ഫീമെയിൽ ആകും, വൈ ആണെങ്കിൽ അത് എന്തായിട്ട് മാറുന്നു? മെയിൽ ചൈൽഡായിട്ട് മാറും. അപ്പോൾ നമുക്ക് ആൻസർ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ബിക്കോസ് ദി SRY ജീൻ ഓൺ ദ വൈ ക്രോമസോം ഡയറക്ട് ദ ഫോർമേഷൻ ഓഫ് ടെസ്റ്റിസ്. ഇഫ് ദ ഫാദർ പ്രൊവൈഡ് എക്സ് ക്രോമസോം ദ ഓഫ് സ്പ്രിങ്സ് വിൽ ബി ഫീമെയിൽ. അതായത് ഫാദർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ് ക്രോമസോം ആണെങ്കിൽ കുട്ടി ഫീമെയിൽ ആകും. ഇഫ് ദ ഫാദർ പ്രൊവൈഡ് വൈ ക്രോമസോം ദ ഓഫ്സ്പ്രിങ്സ് വിൽ ബി മെയിൽ. അതായത് ഫാദറിൽ നിന്ന് കിട്ടുന്നത് വൈ ക്രോമസോം ആണെങ്കിൽ കുട്ടി മെയിൽ ആവുകയും ചെയ്യും. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ജീനുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്.
DNA വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. DNA ലൊക്കേഷൻ നമുക്കറിയാം. ഒരു സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോം, ക്രോമസോമിലെ DNA ക്കുള്ളിലാണ് ജീനുകൾ കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ജീനുകളെ കുറിച്ച് നോക്കിയാലോ. ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA. DNAയിലുള്ള ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസിനെ, ശ്രേണിയെ വിളിക്കുന്ന പേരാണ് ജീൻ. എളുപ്പത്തിൽ പറഞ്ഞാൽ DNA സെഗ്മെന്റുകളാണ് ജീനുകൾ. Protein which are synthesized according to the instruction of gene are responsible for the formation of characteristic features and for controlling metabolic activities. അപ്പോൾ ഈ ജീനുകൾ കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകളാണ് നമ്മുടെ സ്വഭാവ സവിശേഷതകളെ ചിട്ടപ്പെടുത്തുന്നതും അതുപോലെ തന്നെ മെറ്റാബോളിക് ആക്ടിവിറ്റീസുകളെ ഒക്കെ നിയന്ത്രിക്കുന്നതും. അപ്പം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഒക്കെ നിയന്ത്രിക്കുന്നത് ജീനുകളുടെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകളാണ്. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മൾ അപ്പുറത്ത് പറഞ്ഞായിരുന്നു ഒരു സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്താണ് ക്രോമസോമുകൾ. ക്രോമസോമിൽ DNA-യിലുള്ള ന്യൂക്ലിയോടൈഡുകളുടെ സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് ജീനുകൾ. അല്ലെങ്കിൽ കണ്ടോ, ഇതൊരു ജീനാണ്, ഇവിടുന്ന് ഇവിടെ വരെ മറ്റൊരു ജീനാണ്. അതായത് DNA സെഗ്മെന്റുകളെ വിളിക്കുന്ന പേരാണ് ജീനുകൾ. ഈ ഓരോ ജീനുകൾ എടുത്ത് നോക്കിയാലും നമുക്ക് ഇതുപോലെയുള്ള നൈട്രജൻ ബേസ് പെയറുകൾ നമുക്കതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ജീനുകളുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രോട്ടീനുകളും നിർമ്മിക്കപ്പെടുന്നതും ആ പ്രോട്ടീനുകളാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനം, നമ്മുടെ ക്യാരക്ടേഴ്സിനൊക്കെ നിയന്ത്രിക്കുന്നത് ഈ പ്രോട്ടീനുകളാണ്. അപ്പോൾ നോക്കിക്കേ, the nucleic acid RNA also plays a crucial role in synthesis of protein. നമ്മൾ ഇത്രയും നേരം DNA കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. DNA പോലെ തന്നെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. അപ്പം DNA ഫുൾ ഫോം എന്തായിരുന്നു? ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA ഫുൾ ഫോം എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസിൽ DNA പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് RNA. അപ്പോൾ നമുക്ക് RNA എന്താണെന്ന് നോക്കിയാലോ. ഇവിടെ നമുക്ക് RNA ഒരു സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, RNA സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. DNA നമ്മൾ പഠിച്ചപ്പോൾ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആയിരുന്നു DNAക്ക് ഉണ്ടായിരുന്നത്, 2 സ്ട്രാൻഡുകളായിരുന്നു. പക്ഷേ എന്നാൽ RNAക്ക് ഇവിടെ സിംഗിൾ സ്ട്രാൻഡ് മതിയാകും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. ഇവിടെയും ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രജൻ ബേസ്. ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രജൻ ബേസ്. ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രജൻ ബേസ്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെയാണ് സ്ട്രക്ചർ. പക്ഷേ ഇവിടെ ഷുഗറിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട്. DNA-യിലുള്ള ഷുഗർ ഡിയോക്സി റൈബോ ഷുഗർ ആയിരുന്നെങ്കിൽ RNA-യിലുള്ള ഷുഗർ എന്ന് പറയുന്നത് റൈബോസ് ഷുഗറാണ്. അതുപോലെ തന്നെ നൈട്രജൻ ബേസിൻ്റെ കാര്യത്തിലും ഒരു നേരിയ വ്യത്യാസം മാത്രമുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോകാം. RNA is another type of nucleic acid similar to DNA. ഏതാണ്ട് DNA-യോട് സാമ്യമുള്ള മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് ഏതാണ്? നമ്മുടെ RNA. They are also made up of nucleotide. അപ്പോൾ DNA പോലെ തന്നെ ന്യൂക്ലിയോടൈഡ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് RNA-യും. Each of the nucleotide contain ribose sugar, a phosphate group and a nitrogenous base. അപ്പുറത്ത് നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഷുഗർ ഉണ്ട്. പക്ഷേ ഷുഗർ ഏതാണ്? റൈബോസ് ഷുഗർ ആണ്. ഡിയോക്സി റൈബോസ് ഷുഗർ അല്ല, റൈബോസ് ഷുഗർ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രോജനസ് ബേസ്. ദ നൈട്രജൻ ബേസ് ഇൻ RNA ആർ അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൻ. RNA-യിലുള്ള നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാ? അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ ആൻഡ് സൈറ്റോസിൽ. ഇവിടെ വ്യത്യാസം, DNA-യിൽ തൈമിൻ ആയിരുന്നെങ്കിൽ അതിന് പകരം RNA-യിലുള്ള നൈട്രജൻ ബേസ് യുറാസിലാണ്. മോസ്റ്റ് ഓഫ് ദി RNAs ഹാവ് സിംഗിൾ സ്ട്രാൻഡ്. കൂടുതൽ RNA-ക്കും സിംഗിൾ സ്ട്രാൻഡാണ്. അപ്പോൾ DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നു. പക്ഷേ മോസ്റ്റ് ഓഫ് ദി RNA-യും എന്താണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ 2 ന്യൂക്ലിയോടൈഡുകളെ കുറിച്ചും ഏകദേശം നമുക്ക് ധാരണയായി. ഇവിടെ നമുക്ക് അവരുടെ ഒരു കമ്പാരിസൺ ഉണ്ട്, അതും കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു പാർട്ട് അവസാനിപ്പിക്കാം. ഇവിടെ നോക്കിക്കേ, DNA-യിൽ എത്ര സ്റ്റാൻഡുകളായിരുന്നു? 2 സ്റ്റാൻഡുകൾ. ഡബിൾ ഹെലിക്കൽ എന്നല്ലേ പറഞ്ഞേ, അതായത് ഇങ്ങനെയല്ലേ നമ്മൾ വരച്ചത്, ഇങ്ങനല്ലേ വരച്ചേ. അപ്പം DNA-ക്ക് എത്ര സ്റ്റാൻഡ് ഉണ്ടായിരുന്നു? 2 സ്റ്റാൻഡ്. RNA-ക്ക് 1 സ്റ്റാൻഡേ ഉള്ളൂ. ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ. DNA-യിലുള്ള ഷുഗർ ഏതാണ്? ഡിയോക്സി റൈബോ ഷുഗർ. RNA-യിലുള്ള ഷുഗർ ആണ് റൈബോ ഷുഗർ.
ഇനി നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണ് DNA-യിലുള്ള നൈട്രജൻ ബേസ്. RNA-യിലാണെങ്കിൽ തൈമിന് പകരം യുറാസിലായിരിക്കും. അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ ഈ DNA-യും RNA-യും തമ്മിലുള്ള കമ്പാരിസൺ നന്നായിട്ടൊന്ന് പഠിച്ചോണം കേട്ടോ.